വടകര MDMA കേസിൽ പിടിയിലായ അധ്യാപിക കീർത്തനയ്ക്കെതിരെ കൂടുതൽ തെളിവുകളുമായി പോലീസ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനയായി കുറ്റം നിഷേധിച്ച കീർത്തനയുടെ അക്കൗണ്ട് വഴി കഴിഞ്ഞ 5 മാസത്തിനിടെ 15 ലക്ഷം രൂപയുടെ ലഹരി ഇടപാട് നടന്നതായി പോലീസ് കണ്ടെത്തി. മറ്റ് പ്രതികളായ അധ്യാപികമാരെയും അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. കോഴിക്കോട് ജില്ലയിൽ നിന്നും പോലീസും എക്സൈസും രജിസ്റ്റർ ചെയ്ത നിരവധി MDMA കേസുകളിലെ പ്രതികളുമായി ഇവർക്ക് നേരിട്ട് സാമ്പത്തിക ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. MS അനീഷ് കുമാർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഈ അധ്യാപികമാർ ഉൾപ്പെട്ട ഈ ലഹരി റാക്കറ്റിന്റെ പ്രവർത്തനം അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഈ ജില്ലയിലെ തന്നെ മിക്ക ലഹരി ഇടപാടുകാരുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന പുതിയ വിവരങ്ങൾ. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന പുതിയ വിശദാംശങ്ങൾ? രേണുക കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ശേഷം പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വിടുന്ന സമയത്താണ് തനിക്ക് MDMA ഇടപാടിൽ യാതൊരു പങ്കുമില്ല എന്ന് കീർത്തന വ്യക്തമാക്കിയത്. ഒപ്പം തൻ്റെ 2 ബാങ്ക് അക്കൗണ്ടുകളിലും മൈനസ് ബാലൻസ് ആണ് ഉള്ളതെന്നും അവർ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് വളരെ വിശദമായ തെളിവുകൾ നിരത്തി പ്രതിയെ പോലീസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ മാത്രം 15 ലക്ഷം രൂപ കീർത്തനയുടെ അക്കൗണ്ടിലൂടെ എത്തിയതായി പോലീസ് കണ്ടെത്തി. ബാങ്ക് സ്റ്റേറ്റ്മെന്റും വാട്സാപ്പ് ചാറ്റുകളും മറ്റുമൊക്കെ നിരത്തിയുള്ള ചോദ്യം ചെയ്യലായിരുന്നു. പല ചോദ്യങ്ങളോടും മൗനം പാലിക്കുന്നതായിരുന്നു ആ കീർത്തന എടുത്ത ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിവരങ്ങൾ ഇവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ തെളിവുകൾ വീണ്ടും ശേഖരിച്ച ശേഷം ഇവരെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരുക്കം പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം മറ്റ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട 2 അധ്യാപികമാരുണ്ട്. അവരിവരുടെ സുഹൃത്തുക്കളാണ്. അവരും ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. അവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങും. കാരണം ആദ്യം വ്യക്തിപരമായി ഓരോരുത്തരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പിന്നീട് ഇവർ നൽകുന്ന മൊഴികൾ, ഇവർക്കെതിരായ രേഖകൾ എന്നിവയൊക്കെ പരിശോധിച്ച ശേഷം ഇവരുടെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ടോ എന്ന പരിശോധനയും നടത്തും. എന്തായാലും ജിജിൻ കുര്യാക്കോസ് എന്ന ഡെലിവറി ബോയിയായ കണ്ണൂർ ഇട്ടി സ്വദേശിയുമായും ഈ കീർത്തനയുടെ അക്കൗണ്ടിൽ നിന്നും പണമിടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പയ്യോളിയിൽ MDMA കേസിൽ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ നിന്നും ഈ ജിജിന് പണം അയച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ജില്ലയിൽ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല MDMA കേസുകളിലും നേരിട്ടോ അല്ലാതെയൊക്കെയോ ഈ ശൃംഖലയും കണ്ണിയായിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം ആ വഴിയിൽ പോകുന്നുണ്ട്. ജിജിൻ കുര്യാക്കോസ് പണം കൈമാറിയത് വയനാട് സ്വദേശിയായ ഷിൻഡോ എന്ന ആളാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്താൽ ഇത് സംബന്ധിച്ചൊരു വ്യക്തത, ആരൊക്കെയാണ് ഈ കണ്ണിയുടെ ഭാഗമായി ഇനി പുറത്തുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഈ ഇടപാടുകൾ നടന്നത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വ്യക്തമായൊരു ചിത്രം പോലീസിന് ലഭിക്കും. രേണുക, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.